വിദ്യാർത്ഥികൾക്ക് C++ന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളെ പറ്റിയായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഫംഗ്ഷൻസ് ദാറ്റ് ആർ ഡിഫൈൻഡ് ബൈ ദി യൂസർ. ഈ ഫംഗ്ഷന്റെ പേര്, ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, ഫംഗ്ഷൻ അച്ചീവ് ചെയ്യേണ്ട ടാസ്ക്, ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് യൂസർ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ, എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലാക്കാൻ, അതെങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കോഡ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഈ കോഡിൽ നമ്മൾ കോഡ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ലൈൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ നോക്കുക. ഈ C++ പ്രോഗ്രാമിൽ സാധാരണ നമ്മൾ ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതുന്നതിന് പകരമായിട്ട് ഇവിടെ 2 ഫംഗ്ഷനുകളുണ്ട്. ഒരു മെയിൻ ഫംഗ്ഷനും ഉണ്ട്, അതിനോട് കൂടെ തന്നെ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ആദ്യമേ കാണുന്നത്. ഇൻഡ് സം ഇൻഡ് എ കോമ ഇൻഡ് ബി. ഇതില് ഈ ഫംഗ്ഷൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ വേരിയബിളിലേക്ക് എ ബി എന്ന് പറയുന്ന 2 വേരിയബിളിലുള്ള വാല്യൂസ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യുന്നു. എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക? ആരാണോ ഈ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത്, ആരാണോ ഈ ഫംഗ്ഷനെ വിളിക്കുന്നത്, അവർക്കാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ ഫംഗ്ഷൻ തനതായി എക്സിക്യൂട്ട് ചെയ്യില്ല എന്നല്ല. ഈ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്താൽ മാത്രമേ, ഇൻവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കോൾ ചെയ്താൽ മാത്രമേ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ആ മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ 3 വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എക്സും വൈയും ഇസഡും. അപ്പൊ z is equal to sum xy. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കോൾ ചെയ്യുന്ന സമയത്ത് കൺട്രോള് മുകളിൽ പറഞ്ഞിട്ടുള്ള സം എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകുന്നു. അപ്പൊ ആ ഫംഗ്ഷനിലെ കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് കൺട്രോള് മെയിൻ ഫംഗ്ഷനിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പൊ അവിടെ സം ഈസ് കാൽക്കുലേറ്റഡ് by the function and it is returned and gets stored inside the variable z. z എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അത് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അത് പ്രിന്റ് ചെയ്യുന്നു. പ്രോഗ്രാം അവിടെ തീരുകയാണ്. അപ്പൊ ഇതാണ് ഒരു ഫംഗ്ഷന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ വേണം. ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമുക്ക് മെയിൻ ഫംഗ്ഷന്റെ മുകളിൽ വേണേലും ഇടാം, അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷന് ശേഷം വേണേലും ആകാം. അപ്പൊ ഫംഗ്ഷന്റെ പൊസിഷൻ അല്ല നമ്മൾ മാറ്റർ ചെയ്യുന്നത്, അത് എവിടെ വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഒരു ഡെഫിനേഷൻ ഉണ്ടാവണമെന്നല്ല. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഹെഡർ വേണം, ഫംഗ്ഷൻ ബോഡി വേണം. ഫംഗ്ഷൻ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് അവിടെ വരിക സാധാരണയായിട്ട്. ഒന്ന്, റിട്ടേൺ ടൈപ്പ്. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിന്റെ ടൈപ്പ് എന്താണ്, അതാണ് ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പ് ഓഫ് ദ വാല്യൂ റിട്ടേൺഡ് ബൈ ദ ഫംഗ്ഷൻ. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് ഫംഗ്ഷൻ ഒരു പേരുണ്ടാവണം, ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം ഉണ്ടാവണം. ആൻഡ് ഇറ്റ് ഓൾസോ ക്യാൻ ഹാവ് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വേരിയബിളുകളാണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം. ചിലപ്പോൾ ഫംഗ്ഷനിലെ ഡാറ്റ ഒന്നും നമ്മൾ സെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ആർഗ്യുമെന്റ്സ് നില്ലാവാം, അല്ലെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവാതിരിക്കാം. ഇനി അതിനുശേഷം നമ്മൾ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് കംപ്രൈസ് ഓഫ് ദ ഫംഗ്ഷൻ, അതാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ആ ബോഡി സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നു. അതിനുശേഷം ഫംഗ്ഷൻ തീരുന്നിടത്ത് നമ്മൾ ഒരു കേർലി ബ്രേസ് യൂസ് ചെയ്യുന്നു. ഇതാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനുകൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണയായിട്ട് മറ്റു ഫംഗ്ഷനുകളിൽ നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ മാത്രമുള്ള സ്ഥിതിക്ക് മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഈ ഒരു സബ് ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേര്, അതായത് ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്ന മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന z is equal to sum a, b എന്ന് പറയുന്നത്, അല്ലെങ്കിൽ x, y എന്ന് പറയുന്നത് കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ വന്നിട്ടുണ്ട്, ഒന്ന് ഫംഗ്ഷൻ കോൾ വന്നിട്ടുണ്ട്, അതായത് കോളിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ 4 വിവിധ തരത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഒന്ന് നോക്കുക, ഫംഗ്ഷൻ 1 വോയിഡ് സം 1, വോയിഡ് സം 1, ബ്രാക്കറ്റിൽ ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ആ ഫംഗ്ഷൻ തന്നെയാണ് വാല്യൂസ് റീഡ് ചെയ്യുന്നതും സം കാൽക്കുലേറ്റ് ചെയ്യുന്നതും അവിടെ തന്നെ ആ ഫംഗ്ഷനിൽ തന്നെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇനി രണ്ടാമത്തെ രീതി നോക്കുക, അവിടെ ഇൻഡ് സം 2 എന്നാണ് കൊടുത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ആ ഫംഗ്ഷനിലേക്ക് ഒന്നുമില്ല, ആർഗ്യുമെന്റുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഫംഗ്ഷനിലേക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പൊ അവിടെ നമ്മൾ വാല്യൂസ് എല്ലാം റീഡ് ചെയ്തെടുക്കുന്നു, സം കാൽക്കുലേറ്റ് ചെയ്യുന്നു, അവിടെ പ്രിന്റ് ചെയ്യുന്നില്ല, മറിച്ച് അത് കോൾ ചെയ്ത ഫംഗ്ഷനിലേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കാം, വോയിഡ് സം 3, വോയിഡ് സം 3 ബ്രാക്കറ്റിൽ 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്, ഇൻഡ് എ കോമ ഇൻഡ് ബി. ഇവിടെ ഫംഗ്ഷനിലേക്ക് 2 വാല്യൂ വരുന്നുണ്ട്, ആ വാല്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ആ വാല്യൂ നമ്മൾ അവിടെ തന്നെ പ്രിന്റ് ചെയ്യുന്നു, അവിടെ റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ വോയിഡ് ആണ് റിട്ടേൺ ചെയ്യുമ്പോൾ അതുകൊണ്ടൊന്നും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. ഇനി നാലാമത്തെ ടൈപ്പ് നോക്കുക, അല്ലെങ്കിൽ നാലാമത്തെ വിധം നോക്കുക, അവിടെ ഇൻഡ് സം 4 ബ്രാക്കറ്റിൽ ഇൻഡ് എ ഇൻഡ് ബി എന്നുണ്ട്. അപ്പൊ ഇവിടെ വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഫംഗ്ഷനിലേക്ക്, അതേസമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടുകൾ അടുത്ത കോൾ ചെയ്ത ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നുമുണ്ട്. അപ്പൊ അവിടെ ചെയ്യുന്നത് ആകെപ്പാടെ ഈ കാൽക്കുലേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിനകത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, ആ വാല്യൂ തിരിച്ച് ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഈ 4 വിവിധ തരത്തിൽ നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതിയതിൽ നിന്ന് നമുക്ക് 4 കാര്യങ്ങൾ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫംഗ്ഷൻ നോ റിട്ടേൺ വാല്യൂ നോ ആർഗ്യുമെന്റ്സ്, രണ്ടാമത്തത് there is return value but no arguments, മൂന്നാമത്തത് there is no return value but there are arguments, നാലാമത്തത് there is return and there are arguments. അപ്പോൾ ഫംഗ്ഷനുകളിൽ റിട്ടേൺ ഉണ്ടാവാം, റിട്ടേൺ ഇല്ലാതിരിക്കാം, ആർഗ്യുമെന്റുകൾ ഉണ്ടാവാം, ആർഗ്യുമെന്റ് ഇല്ലാതിരിക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ the type of function and the purpose for which you are writing the function, you have to decide whether you should have the return type and arguments. ഈ ഫംഗ്ഷനുകൾ 4 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കോൾ ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്, ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് കോൾ ചെയ്യുന്നത്. ആദ്യത്തെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സം 1 ബ്രാക്കറ്റ് എം ടി ആണ്. അപ്പൊ അത് നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്തു, അതിനകത്ത് കാൽക്കുലേഷൻസ് എല്ലാം ചെയ്തു, അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തു, നമുക്കൊന്നും തിരിച്ചു കിട്ടുന്നില്ല, നമ്മളൊന്നും പാസ് ചെയ്യുന്നില്ല. അപ്പൊ ആ രീതിയിലാണ് അത് കോൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പം ഒരു വേരിയബിളിലേക്ക് ഈ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്, സം എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യണം. അപ്പൊ സം 2 നമ്മൾ കോൾ ചെയ്തപ്പം ആർഗ്യുമെന്റ്സ് ഒന്നും അങ്ങോട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ തിരിച്ചു വരുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ കോളിംഗ് ഫംഗ്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു സം 2 എന്നാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വേണം ആ രണ്ടാമത്തെ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, സം 3 ബ്രാക്കറ്റിൽ ആർഗ്യുമെന്റ്സ് കൊടുക്കുക, 20, 30 കൊടുത്തു കഴിഞ്ഞാൽ 20, 30 ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് അവിടെ പ്രിന്റ് ചെയ്തോളും, ആ ഫംഗ്ഷനിൽ വെച്ചാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് റിട്ടേൺ വാല്യൂ ഇല്ല, പക്ഷെ ആർഗ്യുമെന്റുകൾ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ വേണം ഈ ഫംഗ്ഷൻ കോൾ ചെയ്തേക്കാം. ഇനി നാലാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ആ വേരിയബിളിലേക്ക് ഈ ഫംഗ്ഷൻ തിരിച്ചു തരുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുകയും വേണം, ഫംഗ്ഷനിലേക്ക് വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുകയും വേണം. അപ്പൊ അത് കോൾ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്, z ഈസ് ഈക്വൽ ടു സം 4 ബ്രാക്കറ്റിൽ ആർഗ്യുമെന്റ്സ് 20, 30. അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എങ്ങനെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും അതിന്റെ കോള്. എത്ര ആർഗ്യുമെന്റുകൾ ഡിഫിനേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടോ അത്രയും ആർഗ്യുമെന്റുകൾ നമ്മൾ പാസ് ചെയ്തിരിക്കണം കോളിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഫംഗ്ഷൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഡെഫിനേഷനും കോളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതിനനുസരിച്ച് വേണം അതിന്റെ കോളും വരാൻ വേണ്ടിയിട്ട്. അടുത്തതായി നമുക്ക് ഈ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ പ്രോട്ടോടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രോട്ടോടൈപ്പ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് കാണാം. നമ്മൾ നേരത്തെ എഴുതിയ ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷെ ഇവിടെ ഞാൻ ആ ഫംഗ്ഷൻ ഡെഫിനേഷൻ എന്ന് പറയുന്ന മെയിൻ ഫംഗ്ഷന് ശേഷമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ഫംഗ്ഷൻ ആദ്യം എഴുതി, അതിനുശേഷം സം എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതി, ഇൻഡ് എ ഇൻഡ് ബി ഇൻഡ് സി, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി റിട്ടേൺ സി എന്ന് പറയും. ഈ ഒരു പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായി ഒരു എറർ വരും. അതായത് ഫംഗ്ഷൻ കമ്പൈലേഷനിൽ ഒരു എറർ വരും. ദ ഫംഗ്ഷൻ സം അല്ലെങ്കിൽ സം ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദ സ്കോപ്പ് ഓഫ് ദ മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു എറർ മെസ്സേജ് വരും. ഈ മെസ്സേജ് വരാനുള്ള കാരണം എന്താണ്? ഇവിടെ നമ്മൾ കമ്പൈലേഷൻ ആദ്യത്തെ ലൈൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്യുമ്പം ആ മെയിൻ ഫംഗ്ഷൻ ആണ് ആദ്യം കമ്പൈൽ ചെയ്യുന്നത്. അപ്പൊ മെയിൻ ഫംഗ്ഷനുള്ളിൽ ഒരു കോള് കാണുന്നുണ്ട്, z ഈസ് ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ x, y. അപ്പൊ ഈ സം എന്ന് പറയുന്ന ഒരു
ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനെ കുറിച്ച് കമ്പൈലറിന് യാതൊരു തരത്തിലുള്ള വിവരവും ഈ സമയത്തില്ല. കാരണം അതിന് ഡെഫിനേഷൻ വന്നേക്കുന്നത് കമ്പൈലർ കാണുന്നത് പിന്നീടാണ്. അപ്പൊ അതുകൊണ്ട് സം എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ച് ഒരു വിവരം ഇല്ലാത്തത് കൊണ്ട് കമ്പൈലർ ഒരു എറർ ജനറേറ്റ് ചെയ്യുന്നു. ഇനി ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? അപ്പൊ ഇങ്ങനെ നമ്മൾ മെയിൻ ഫംഗ്ഷന് ശേഷമാണ് നമ്മുടെ ഫംഗ്ഷനുകളെല്ലാം ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷനെ കുറിച്ചുള്ള ഒരു വിവരണം, ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് കൊടുത്തിരിക്കണം. ചിലപ്പോൾ അതൊന്ന് മെയിൻ ഫംഗ്ഷൻ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ കൊടുക്കാം, മെയിൻ ഫംഗ്ഷന്റെ പുറത്ത് കൊടുക്കാം. അത് എവിടെയാണ് നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതെന്നനുസരിച്ച് അതിന്റെ ആക്സസിബിലിറ്റിക്ക് മാറ്റം വരും. അത് നമുക്ക് പിന്നീട് നമുക്ക് അത് ചർച്ച ചെയ്യാം. ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേരിയബിൾ ഡിക്ലറേഷന് ശേഷമോ അല്ലെങ്കിൽ വേരിയബിൾ ഡിക്ലറേഷൻ തൊട്ട് മുമ്പോ ഇൻഡ് സം ബ്രാക്കറ്റിൽ ഇൻഡ് കോമ ഇൻഡ് എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് എ ഡിക്ലറേഷൻ ഓഫ് ദ ഫംഗ്ഷൻ. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഫംഗ്ഷനും ഡിക്ലെയർ ചെയ്തേക്കാണ്. അപ്പൊ ഡിക്ലറേഷൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ഈ ഫംഗ്ഷന്റെ പേരെന്താണ്, ഈ ഫംഗ്ഷൻ എന്ത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്, എന്ത് ടൈപ്പ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്, അതുപോലെ ഈ ഫംഗ്ഷനിലേക്ക് എത്ര വാല്യൂസ് പാസ് ചെയ്യപ്പെടുന്നുണ്ട്, ആ വാല്യൂസിന്റെ ടൈപ്പ് എന്താണ്. 4 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആ ഫംഗ്ഷനിൽ നമുക്ക് മനസ്സിലാകുന്ന 4 കാര്യങ്ങൾ അത് കമ്പൈലറിനും മനസ്സിലാവും. ആ 4 കാര്യങ്ങളും കമ്പൈലറിനും മനസ്സിലാവും. റിട്ടേൺ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ, നെയിം ഓഫ് ദ ഫംഗ്ഷൻ, ആൻഡ് വാട്ട് ആർ ദ ആർഗ്യുമെന്റ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ആർഗ്യുമെന്റ്. അതായത് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സും ആ ആർഗ്യുമെന്റ്സിന്റെ എല്ലാം ടൈപ്പും എന്താണെന്ന് ആ ഒരു ഡിക്ലറേഷനിൽ നിന്ന് മനസ്സിലാവും കമ്പൈലറിന്. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഡിക്ലറേഷന് പറയുന്ന പേരാണ് പ്രോട്ടോടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ. സോ വാട്ട് ഈസ് പ്രോട്ടോടൈപ്പ്? ദ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് പ്രോട്ടോടൈപ്പ്. അപ്പൊ ഈ പ്രോട്ടോടൈപ്പ് കൊടുത്തിട്ട് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ എവിടെ വേണേലും ഉൾപ്പെടുത്താം. അതായത് മെയിൻ ഫംഗ്ഷന് ശേഷം വേണമെങ്കിലും ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ അവിടെ ആ എറർ നമുക്ക് അങ്ങനെ പരിഹരിക്കാം, ആ എറർ മെസ്സേജ് ഉണ്ടാവുന്നത് ഒഴിവാക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഡിക്ലറേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് പ്രോട്ടോടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ. ഈ പ്രോട്ടോടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കമ്പൈലറിന് കൊടുക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. യൂസിംഗ് ദ പ്രോട്ടോടൈപ്പ് ദ കമ്പൈലർ ഈസ് ഗിവൺ ഇൻഫർമേഷൻ അബൌട്ട് ദ ഫംഗ്ഷൻ such as name of the function, its return type and type and number of arguments. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പൈലറിന് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് കൊടുക്കുക, അതുപോലെ തന്നെ ഫംഗ്ഷന്റെ പേര് കൊടുക്കുക, ബ്രാക്കറ്റിൽ ആർഗ്യുമെന്റിന്റെ ലിസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ ആർഗ്യുമെന്റ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ നെയിം ഓഫ് ദ ആർഗ്യുമെന്റ് അവിടെ നിർബന്ധമില്ല, ആർഗ്യുമെന്റ് ടൈപ്പ് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ പ്രോട്ടോടൈപ്പിൽ ഇൻഡ് കോമ ഇൻഡ് എന്ന് മാത്രം മെൻഷൻ ചെയ്ത് ഇൻഡ് എ കോമ ഇൻഡ് ബി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലാത്തത്. ഒരു എക്സാമ്പിൾ, വേറൊരു ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് എക്സാമ്പിൾ ആണ് ഫ്ലോട്ട് ഫാക്ടോറിയൽ ഇൻഡ്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കാം, there is a function called simple interest which requires 3 arguments of which 2 are integer and the third one is floating point, and it will return floating point value as a return value. What will be the prototype of this function? How will you write the prototype of the function? ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ എഴുതാം? റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫ്ലോട്ട് ആണ്, അപ്പോൾ ഫ്ലോട്ട്. ഫംഗ്ഷന്റെ പേര് സിമ്പിൾ ഇൻട്രസ്റ്റ്. ബ്രാക്കറ്റിൽ ആദ്യത്തെ 2 വാല്യൂ ഇൻഡ്, അപ്പൊ ഇൻഡ് കോമ ഇൻഡ് കോമ മൂന്നാമത്തെ വാല്യൂ ഫ്ലോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ മൂന്നാമത്തെ ഫ്ലോട്ട്. ബ്രാക്കറ്റ് കൊടുത്ത് സെമി കോൺ ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് പ്രോട്ടോടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഓരോ ഫംഗ്ഷനും നമ്മൾ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, എന്തൊക്കെ വാല്യൂസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രോട്ടോടൈപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഡെഫിനേഷൻ കൊടുക്കാം ആ ഫംഗ്ഷൻ. ഇനി അടുത്തായി നമുക്ക് ഈ ആർഗ്യുമെന്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി കാണാം. നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിഫിനേഷനിലും വരുന്നുണ്ട്, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിലും വരുന്നുണ്ട്. ഈ ആർഗ്യുമെന്റ്സിന് മറ്റൊരു പേരാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 തരം ആർഗ്യുമെന്റുകൾ വരുന്നത് കാരണം നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ 2 പേര് ഉപയോഗിച്ചുകൊണ്ടാണ് വിളിക്കുക. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനേഷനിലുള്ള ആർഗ്യുമെന്റുകൾ, ഇപ്പൊ ഇവിടെ നോക്കുക, ഇൻ സം ബ്രാക്കറ്റിൽ ഇൻ എ കോമ ബി. അപ്പൊ എ കോമ ബി അല്ലെങ്കിൽ എയും ബിയും അവിടെ 2 ആർഗ്യുമെന്റുകളാണ്. ഫംഗ്ഷൻ ഡെഫിനേഷനിൽ വന്ന 2 ആർഗ്യുമെന്റുകളാണ്. അതുപോലെ തന്നെ z ഈക്വൽ സം ബ്രാക്കറ്റിൽ എക്സ് കോമ വൈ എന്ന് കൊടുത്തു, അതും 2 ആർഗ്യുമെന്റുകളാണ്. എക്സും വൈയും 2 വേരിയബിളുകളാണ്, അതിവിടെ 2 ആർഗ്യുമെന്റുകളാണ്. അപ്പൊ ഇവിടെ ഈ 2 ആർഗ്യുമെന്റുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫംഗ്ഷൻ കോളിൽ വരുന്നത്, അതായത് കോളിംഗ് സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ആർഗ്യുമെന്റുകളെ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് അഥവാ ഒറിജിനൽ വാല്യൂസ് എന്ന് പറയും, അല്ലെ? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. അതാണ് ശരിക്കും
നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യേണ്ടത്, നമ്മൾ ഫംഗ്ഷൻ ഈസ് വർക്കിംഗ് ആക്ച്വലി ഓൺ ദോസ് വാല്യൂസ്. അതുകൊണ്ടാണ് അതിനെ ആക്ച്വൽ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ വാല്യൂ പാസ് ചെയ്യുമ്പോൾ അത് 1-to-1 ക്രമത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ആ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റുകളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. ഇപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എ എന്ന് പറയുന്ന വേരിയബിളിലും അതുപോലെ തന്നെ വൈയുടെ വാല്യൂ ബി എന്ന് പറയുന്ന വേരിയബിളിലുമാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഈ എയും ബിയും എന്താണ്? അതും 2 ആർഗ്യുമെന്റുകളാണ്. അത് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വന്നേക്കുന്ന ആർഗ്യുമെന്റുകളാണ്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വന്ന ആർഗ്യുമെന്റുകൾക്ക് പറയുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെന്റ്സ് അഥവാ ഫോർമൽ പാരാമീറ്റേഴ്സ്. ഡമ്മി വേരിയബിൾസ് ആണത്. ആ വേരിയബിളിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഫംഗ്ഷൻ അതിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം എക്സും വൈയും എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ എയും ബിയും മാത്രമേ ഫംഗ്ഷനകത്തുള്ളൂ. ഫംഗ്ഷൻ അതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എയിലേക്കും ബിയിലേക്കും ആ വാല്യൂസ് കോപ്പി ചെയ്തതിനു ശേഷം ഫംഗ്ഷൻ അതിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സും ഫോർമൽ ആർഗ്യുമെന്റ്സും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാമിൽ തന്നെ രണ്ടാമത്തെ ഒരു സിഔട്ട് സ്റ്റേറ്റ്മെന്റിൽ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. സം 20, 10 എന്ന് പറയുന്ന വാല്യൂ. അവിടെ 20ഉം 10ഉം ആർഗ്യുമെന്റ്സ് ആണ്. അപ്പൊ അതെന്ത് ആർഗ്യുമെന്റ്സ് ആണ്? അപ്പൊ അത് ഏത് ആർഗ്യുമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേറ്റ്മെന്റിലാണ് വന്നേക്കുന്നത്? ഡെഫിനേഷനിലാണോ കോളിംഗ് സ്റ്റേറ്റ്മെന്റിലാണോ വന്നേക്കുന്നത്? കോളിംഗ് സ്റ്റേറ്റ്മെന്റിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അത് എന്ത് ആർഗ്യുമെന്റ് ആയിരിക്കും? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ്. ഇപ്പൊ 10ഉം 20ഉം അവിടെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ്. ഇപ്പൊ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഡെഫിനേഷനിൽ വന്നിരിക്കുന്ന ആർഗ്യുമെന്റ്സ് ആണ്. ഈ കേസിൽ അത് എയും ബിയും ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ വേഴ്സസ് ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റുകളാണ്. ആർഗ്യുമെന്റ്സ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ കോൾ ഇസ് കോൾഡ് ആക്ച്വൽ ആർഗ്യുമെന്റ്. ഈ ആക്ച്വൽ ആർഗ്യുമെന്റ് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് നോൺ വേരിയബിൾസ് ആവാം, അതുപോലെ തന്നെ കോൺസ്റ്റന്റുകളാവാം, ലിറ്ററൽസ് ആവാം. ഇപ്പൊ 10, 20 എന്ന് പറയുന്നത് ലിറ്ററൽസ് ആയിരുന്നു. അതിന് എക്സ് വൈ എന്ന് പറയുന്നത് വേരിയബിൾസ് ആയിരുന്നു. അപ്പൊ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്താവാം? വേരിയബിൾസ് ആവാം, അതേപോലെ തന്നെ കോൺസ്റ്റന്റ്സ് വേണമെങ്കിലും ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് കോൾ. കേട്ടോ, ഇപ്പൊ ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഒരു വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. അപ്പൊ അതനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി കാണാം. ഇനി ഫോർമൽ ആർഗ്യുമെന്റ്സ് ആണെങ്കിലോ, ഫോർമൽ ആർഗ്യുമെന്റ്സ് എപ്പോഴും വേരിയബിളുകൾ മാത്രമേ ആവാൻ പാടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആർഗ്യുമെന്റ്സ് ഡിഫൈൻഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്നതാണ് ഫോർമൽ ആർഗ്യുമെന്റുകൾ. ഫോർമൽ ആർഗ്യുമെന്റുകൾ എപ്പോഴും എന്തായിരിക്കണം? വേരിയബിളുകളായിരിക്കണം. അവിടെ കോൺസ്റ്റന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വേരിയബിളുകളിലേക്കാണ് അവിടെ നിന്ന് സെൻഡ് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും വേരിയബിളുകളായിരിക്കണം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ആർഗ്യുമെന്റിനെ കുറിച്ച് ഇപ്പൊ തൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും ഉണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ആർഗ്യുമെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ്, അതുപോലെ തന്നെ ഫംഗ്ഷനുകൾ എങ്ങനെയൊക്കെ കോൾ ചെയ്യാം, ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൂടി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എങ്ങനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്, അതെങ്ങനെ നമ്മൾ ഇൻവോക്ക് ചെയ്യാം, അതിൽ നമ്മൾ പ്രോട്ടോടൈപ്പുകൾ എങ്ങനെ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതുപോലെ തന്നെ ആർഗ്യുമെന്റുകൾ, ആക്ച്വൽ ആർഗ്യുമെന്റുകൾ എന്താണ്, ഫോർമൽ ആർഗ്യുമെന്റുകൾ എന്താണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.